തിരുവനന്തപുരം കേശവദാസപുരം മനോരമ വധക്കേസിൽ പ്രതി ആദം അലിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. വഞ്ചിയൂർ 5ാം അഡീഷണൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അമൽ തേനമ്പ്രമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, പ്രമാദമായ കേസാണ്. ആദം അലിക്ക് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്താണ്? വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? രതീഷ, 2022 ഓഗസ്റ്റ് 7-നാണ് ഈ സംഭവം നടക്കുന്നത്. കേശവദാസപുരത്ത് ഒരു വീട്ടമ്മയെ കാണാതായി എന്നുള്ള വാർത്ത വരുന്നു. ആ കാണാതായി എന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെ ആ പ്രദേശമാകെയുള്ള അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ രാത്രി 10 മണിയോടെ വീടിന് പിന്നിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ തലസ്ഥാനമാകെ ഞെട്ടിത്തരിച്ചു നിന്നൊരു കൊലപാതകമായിരുന്നു. ആ കേസിലാണിപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ പ്രതി ആദം അലി കുറ്റക്കാരനാണെന്ന് കോടതി ഉച്ചയ്ക്ക് മുൻപ് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം അല്പം മുമ്പാണിപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതി 5ാം സെഷൻസ് കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നത്. വിധി എന്ന് പറയുന്നത് ജീവപര്യന്തം കഠിന തടവും അതോടൊപ്പം തന്നെ 90,000 രൂപ പിഴയും എന്നുള്ളതാണ് ഈ പറയുന്ന വിധിയിൽ പറയുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി കടന്നു കളയാനൊരു ശ്രമം നടത്തിയിരുന്നു. ബീഹാറിലെ ആണ് ഈ പറയുന്ന ആദം അലിയുടെ സ്വദേശം. ഈ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്നും മോഷ്ടിച്ച മുതലുകളുമായി അവിടെ നിന്നും ചെന്നൈയിലെത്തിയപ്പോൾ അവിടെ വെച്ചാണ് അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. നിരവധി സാക്ഷികളെ അടക്കം വിസ്തരിച്ചുകൊണ്ട് സാഹചര്യ തെളിവുകളെ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രത്തിൽ ഈ കുറ്റക്കാരൻ ആണ് എന്ന് കണ്ടെത്താനുള്ള കൃത്യമായതിനുള്ള തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഈ പ്രതിക്കൊപ്പം അന്ന് ഇവിടെ താമസിച്ചിരുന്ന പ്രതി ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. അങ്ങനെയാണ് ഈ മനോരമ എന്ന് പറയുന്ന ആളുടെ വീടിന് സമീപത്ത് താമസമാക്കുന്നത്. ഈ വീട്ടിലേക്ക് മനോരമയുടെ അടുത്തേക്ക് കുടിവെള്ളം ചോദിച്ച് എത്തിയതാണ് പ്രതി. ആ സമയത്ത് അവർ വീടിനകത്തേക്ക് കടന്നുപോയി തിരിച്ച് കുടിവെള്ളം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അന്ന് ഒരു വിഷപ്പാമ്പിനാണ് ഇങ്ങനെ ഈ വെള്ളം നൽകിയത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിരുന്നില്ല. അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തുകയും മോഷണം നടത്തുകയും അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം പ്രതി നടത്തുകയും ചെയ്യുന്നത്. ഒപ്പമുണ്ടായിരുന്ന 5 തൊഴിലാളികൾ കൂടി ഉണ്ടായിരുന്നു. ഈ തൊഴിലാളികളെ അന്ന് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും മറ്റൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രതി രക്ഷപ്പെട്ട വഴി കണ്ടെത്തുകയും ഈ ഫോണിൻ്റെ ലൊക്കേഷൻ അടക്കം ട്രാക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് പ്രതിയെ അധികം വൈകാതെ തന്നെ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞതും ഇപ്പോൾ ഈ കുറ്റം എന്തായാലും തെളിയിക്കാൻ കഴിഞ്ഞതും പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും വലിയ ആശ്വാസം പകരുന്ന വിധിയാണ് കോടതിയിൽ നിന്നുണ്ട്.